നമസ്കാരം. നമ്മൾ ഈ ഏതെങ്കിലും ഓണത്തിനോ അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ മരണങ്ങൾക്ക് പോലും പോകുന്ന സമയത്ത് ചില അമ്മാമാർ നമ്മൾ ചോദിക്കത്തില്ല ഓരോ ചോദ്യങ്ങളൊക്കെ. ആമന് ജോലിയായോ, പഠിത്തം ഇവിടെ വരെയൊക്കെ ആയി, കല്യാണമൊക്കെ ആവാറായില്ലേ, മറ്റുള്ളവർക്കാണല്ലോ അതിൻ്റെയൊക്കെ ഒരു ദുഃഖമുള്ളത്. അപ്പോൾ ഈ ഇത് വെച്ച് നമുക്കൊരു കോൾ ഉണ്ടാക്കാൻ പറ്റും. എന്താ അറിയാമോ? GV മാവലങ്കറാണ് കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് കോൺസുൽ അസംബ്ലിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്ന കീവേഡ് എടുക്കുക അതിന്. അതുപോലെ തന്നെ GV മാവലങ്കറിലെ മാവലങ്കർ എന്ന വാക്കെടുത്ത് കഴിഞ്ഞാൽ അമ്മാവൻ, മാവലങ്കർ, അമ്മാവൻ എന്ന് കണ്ടുകൂടെ? അതുപോലെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അമ്മാവന്മാരെ ഫംഗ്ഷൻ വന്ന് കുളമാക്കുന്നു എന്ന് ആലോചിച്ചൂടെ? അത് നമുക്ക് നല്ല ഫംഗ്ഷൻ പോകുന്നു, അമ്മാവന്മാർ വരുന്നു എന്ന് കുളമാക്കുന്നു ആലോചിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GV മാവലങ്കറാണ് കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് കോൺസുൽ അസംബ്ലി ചെയർമാനായിട്ട് നമുക്ക് ഓർക്കാൻ പറ്റും. ഇനി ജവഹർലാൽ നെഹ്റു ആണ് ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിരുന്ന കമ്മിറ്റി ചെയർമാൻ. അത് എളുപ്പം ഓർക്കാം. കാരണം എന്താ അറിയാമോ? അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നല്ലോ. അപ്പം അദ്ദേഹം നല്ലൊരു ഹെഡായിട്ട് നിൽക്കുന്ന ആള് ആ സമയത്ത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെഡായിരിക്കും എപ്പോഴത്തേക്ക് എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പിന്നെ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കീഴ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലിയൊക്കെ എക്സാമിൻ ചെയ്യുന്ന ആരാണ്? മേലുദ്യോഗസ്ഥനാണ്. എന്നതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ജവഹർലാൽ നെഹ്റു ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് എക്സാമിൻ ചെയ്യാനുള്ള കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. നമുക്ക് ഓർക്കാൻ പറ്റും.